ഹാപ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ഉപായം എന്ന് പറയുന്നത് യാത്രയായിരിക്കും. ഇന്ന് ഞാനും ഒരു യാത്ര തുടങ്ങുകയാണ്. ആ യാത്രയ്ക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ് ആ സ്പെഷ്യാലിറ്റി എന്നറിയോ? 2024 കേരളം അതിജീവിച്ച ഒരു ദുരന്തം ഉണ്ടായിരുന്നു അല്ലേ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തത്തിൽ അതിജീവിച്ച കൊച്ചു കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ആ കൊച്ചു കൂട്ടുകാരോടൊത്ത് മാതൃഭൂമിയുടെ കൂടെ ഞാനും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. സോ നമ്മുടെ യാത്രയ്ക്ക് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട്, മിടുക്കരായിട്ടുള്ള കുട്ടികളും അതുപോലെ ടീച്ചേഴ്സും. പക്ഷെ 2 പേരെ നമുക്ക് പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. ആ 2 പേര് ആരൊക്കെയാണെന്നറിയോ? പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത 2 മുഖങ്ങളാണ്. ഒന്ന് നമ്മുടെ ശാലിനി ടീച്ചർ ആൻഡ് അശ്വതി ടീച്ചർ. കേരളത്തിലെ ടീച്ചിങ്ങിലുള്ള റോൾ മോഡൽ, കുട്ടികളുടെ ഇഷ്ടപാത്രങ്ങൾ. നമുക്ക് അവരോട് ചോദിക്കാം, കുട്ടികളുടെ കൂടെയുള്ള ഈ ഒരു യാത്ര എങ്ങനെയായിരിക്കും ഈ ഒരു അനുഭവം? ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, ഈ അവധിക്കാലത്ത് മക്കളെ കൂടെ ഒരു യാത്ര ഭയങ്കര കാത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ആ ഒരു മുന്നത്തെ പ്രളയത്തിന്റെ മുന്നേ ഉള്ള ഒരു സ്റ്റേറ്റും അതിനുശേഷമുള്ള ഒരു സ്റ്റേറ്റും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യമൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു ഞങ്ങൾക്കും. അതെ, മക്കളാണെങ്കിലും ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നു, തരണം ചെയ്ത്. സോ എന്താണ് കുട്ടികൾക്ക് പ്രളയത്തിന് ശേഷം കൊടുത്ത ടിപ്സ് ഒന്നുമില്ല. നമ്മള് നേരത്തെ മുണ്ടക്കയിലായിരിക്കുമ്പം കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള ഒരു സ്കൂളായിരുന്നു. അതൊരു സന്തോഷ വിദ്യാലയം എന്നുള്ള നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരു സ്കൂള് തന്നെയായിരുന്നു. പിന്നെ ആ ഒരു സമയത്താണ് നമുക്കിങ്ങനെ ഒരു ദുരന്തം വന്നത്. പക്ഷെ അപ്പം നിറയെ പ്രയാസങ്ങളുണ്ടായിരുന്നു കുട്ടികൾക്ക് മാനസികമായിട്ടും. അതുപോലെ അവരുടെ ബാക്കിയുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ചേഞ്ച് ആയതിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളിപ്പം ഒരു 7-8 മാസം കൊണ്ട് അതിനൊക്കെ ഏകദേശമൊക്കെ ഓവർകം ചെയ്തു. ഇനി കുറച്ചും കൂടെ സമയം എന്തായാലും എടുക്കും ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ ഇനി ഒരു സ്കൂൾ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിൽ എന്തായാലും കുട്ടികൾക്കുള്ളൊരു തുടക്കമാണിത്. അപ്പൊ ഈ ഒരു യാത്ര എല്ലാത്തിൻ്റെ ഒരു പുതിയ തുടക്കമാകട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി പോയി വരാം. തീർച്ചയായിട്ടും ഒരു അതിജീവനത്തിന്റെ യാത്രയാണ്. അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ സന്തോഷത്തിന്റെ യാത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി ഇതിനെ ഹാപ്പിനെസ് യാത്ര എന്ന് വിളിക്കുന്നത്. ഈ ഹാപ്പിനെസ് യാത്രയിൽ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പൊ ഞങ്ങൾ പോവാണ്. കേരളം സന്ദർശിച്ചതില് 4ാമത്തെ തവണയാണ് എന്ത് വന്നത്? വയനാട് വന്നത്. ആ വയനാട് വന്നപ്പോൾ വിശ്രമിച്ചത് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇതാക്കി മാറ്റി, നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള മ്യൂസിയാക്കി മാറ്റി. ഗാന്ധിജി എഴുതിയത് കണ്ടോ? ഗാന്ധിജി എഴുതിയത് അതേപോലെ ചർക്കയിൽ ഇങ്ങനെ നൂല് നോക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കളക്ടറാണ്. മേഘശ്രീ മാമിന് ഞങ്ങളുടെ സ്കൂളിലെ എല്ലാവരുടെയും പേരിലൂടെ നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു നമ്മുടെ മക്കളുടെ കൂടെ ഈ ഒരു സമയത്ത് കൂടിയതിൽ. നമ്മൾ ഈ ഒരു അവധിക്കാല ഇതിന് ശേഷം കുട്ടികൾ ഒന്ന് ഫ്രഷ് ആകാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു യാത്ര മാതൃഭൂമി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒത്തിരി നല്ല കാര്യമാണ്. ആക്ച്വലി കുട്ടികൾക്കും ഒരു എക്സ്പോഷർ വിസിറ്റും ആവും. പിന്നെ ചില കുട്ടികളും നമ്മൾ കോഴിക്കോട് അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടതേ ഇല്ല വയനാട്ടിൽ. സോ ഒരു എക്സ്കർഷനാണ് അവർക്കൊരു പുതിയ ഒരു ഇതാണ്. ആൻഡ് എസ്പെഷ്യലി ഡിസാസ്റ്റർ അഫക്റ്റഡ് കുട്ടികളായതുകൊണ്ട് നമുക്ക് ഒരു ഫ്രഷ്നെസ് അവർക്കും കിട്ടും. വയനാട് കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമായിരുന്നു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അത് അവിടുത്തെ പ്രദേശവാസികൾക്കും കുട്ടികൾക്കെല്ലാം മാനസികമായിട്ട് ധാരാളം പിരിമുറുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് അവരൊരു ദിവസത്തെ ടൂറിന് വേണ്ടി കോഴിക്കോട് കൊണ്ടുപോവാണ്.
ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം, പക്ഷേ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് മാറി താമസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ യാത്രയാക്കി മാറ്റിയത്. അവർക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ചോലമണ്ഡലം ഫൈനാൻസാണ് ഇതിന് നമ്മളെ കൂടെ പാർട്ണർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ കോഴിക്കോട് പോയി രാത്രി തിരിച്ചു വന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ലൊരു അനുഭവം അവർക്ക് മാറും. ഇവർ തന്നെ അവരുടെ മുഖത്ത് വളരെ സന്തോഷമുണ്ട് പുറത്തു പോകുന്നു എന്നുള്ളതിൻ്റെ. അപ്പം അങ്ങനെ ഒരു അവിടെ ഈ ദുരന്തം ബാധിച്ച ആൾക്കാരുടെ മാനസികത കുറേയും കൂടി നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. വായിക്കാറുണ്ടോ? പിന്നെ കുട്ടികൾക്ക് പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ? ഏതാ വായിക്കുന്നത്? യുറേക്ക വായിക്കുന്നുണ്ട് അല്ലേ? നല്ലപോലെ വായിക്കണം കേട്ടോ. വായിച്ചാൽ മാത്രം നമുക്ക് അറിവുണ്ടാവുള്ളൂ. കേട്ടില്ലേ? അവിടുത്തെ കുട്ടികളെല്ലാം വേറെ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ ഇപ്പം റിസൾട്ട് വന്നപ്പം വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് A+ 36 കുട്ടികൾക്ക് ഒറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഇനീഷ്യേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഗിവിംഗ് ദം കോൺഫിഡൻസ്, സച്ച് എ മാസീവ് ഡിസാസ്റ്റർ, ലോട്ട് ഓഫ് പീപ്പിൾ ഹവ് ലോസ്റ്റ് ദെയർ പേരൻസ്, ഐ മീൻ സം പീപ്പിൾ ആർ ഓഫൻഡ്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, അവരുടെ സൈക്കോളജിക്കലിയും എല്ലാം പ്രശ്നമുണ്ടല്ലോ. അതിലൊക്കെ നിങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതൊക്കെ റീഹാബിലിറ്റേഷനിലും അതുപോലെ തന്നെ കുട്ടികളെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും rehabilitation project that started. So we are taking these children to Calicut. That's actually wonderful initiative. ആ സ്കൂളിലാണ് ഏറ്റവും നല്ല റിസൾട്ട്സ് നമ്മൾ കണ്ടതും. Then again വയനാട് we have gone up from 13th position to 6th, first time in history. So ആ രണ്ടും സന്തോഷമാണ്. ബട്ട് ആൻഡ് എസ്പെഷ്യലി ദുരന്തം അനുഭവിച്ച കുട്ടികളായതുകൊണ്ട് ഒരു ഫ്രഷ്നെസ് ആൻഡ് ഓൾവേസ് ഗോയിങ് ഔട്ട് ഈസ് വെരി ഗുഡ്. എക്സ്കർഷൻ ആവും, അവർക്കൊരു ഫീൽഡ് സ്റ്റഡി. ആൻഡ് കുറേ കുട്ടികൾ പ്രോബ്ലി ദേ വുഡൻറ്റ് ഹാവ് ഗോൺ ഡൗൺ ദ ചുരം. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവും. സോ അവർക്കൊരു എക്സ്പോഷറാണ്, ഒരു നല്ല ഇതാണ്. ദെൻ ലൈക്ക് എപ്പോഴും നമ്മൾ യൂഷ്വലി വി വിൽ സേ ഐ കം ഫ്രം കർണാടക, സോ വി വിൽ സേ ദാറ്റ് ലൈക്ക് വി ഹാവ് ടു റീഡ് ആൻഡ് വി ഹാവ് ടു ട്രാവൽ അറൗണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു നോളജ് ഇംപ്രൂവ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് മാതൃഭൂമി ഹാസ് ടേക്കൺ ദിസ് വണ്ടർഫുൾ ഇനിഷ്യേറ്റീവ്. സോ ബെസ്റ്റ് വിഷസ് സർ ഫോർ ദിസ് പ്രോഗ്രാം. And thank you for all your support. കുക്കിംഗ് എനിക്കൊരു പാഷനാണ്. ഏത് പാതിരാക്ക് പറഞ്ഞാലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. ഒരുപാട് പേർക്ക് ഞാൻ നാട്ടിലും പുറത്തുള്ള ആൾക്കാരും വിദേശത്ത് നിന്ന് വന്ന ആൾക്കാർക്കൊക്കെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു ദിവസം എൻ്റെ മുന്നിൽ ഈ വയനാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ ഒന്ന് സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷം സമാധാനം തോന്നി. വിളിച്ചപ്പോൾ മാതൃഭൂമി വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഹോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ഈ കുട്ടികൾക്ക് എനിക്കൊരവസരം കിട്ടി. അതിന് എൻ്റെ വലിയ സന്തോഷം. ഈ ഒരു ഫംഗ്ഷന് എന്താ പറയുക, ചോളമണ്ഡലം ഫിനാൻസിൻ്റെ സ്പോൺസർഷിപ്പ് ഈ ഒരു എൻ്റയർ ഡേ കുട്ടികൾ കൂടെ സ്പെൻഡ് ചെയ്യാനും അവരുടെ സന്തോഷങ്ങൾ കാണാനും പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ വല്ല ഇനീഷ്യേറ്റീവ്സ് വരുമ്പം നമ്മൾ എൻ്റെ പേഴ്സണലി ആയാലും നമ്മളെ കമ്പനിയുടെ സൈഡിൽ വളരെയധികം താല്പര്യങ്ങളാണ്. ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കണ്ടേ നമുക്ക്? കുറച്ചും കൂടി വലിയ കുട്ടികളാവണ. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സാധനം അല്ലേ? അതൊരു ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ റെഡി, കല്യാണത്തിന് പോകാൻ റെഡി അല്ലേ, പാർട്ടിക്ക് പോകാൻ റെഡി ബിരിയാണി ഉണ്ടെങ്കിൽ. നമ്മൾ ടീച്ചർമാർക്കൊരു ശീലമുണ്ട്, ചിരിക്കാത്ത കണ്ണുകളിൽ നമ്മുടെ കണ്ണ് പതിയും. അപ്പം അങ്ങനെയുള്ള 2 കുട്ടികളുടെ മുഖത്തേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത്. അതിൻ്റെ കാരണം എനിക്കറിയില്ല. ഒരു പക്ഷേ അവർക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ 2 പേരും നഷ്ടപ്പെട്ടവരാവാം എന്ന് പെട്ടെന്ന് തോന്നി. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ആരെങ്കിലും അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഈ കുട്ടികളുടെ കൂടെ ചിലവഴിച്ചാൽ ആ മിണ്ടാതിരുന്നവരും പതുക്കെ പതുക്കെ മിണ്ടി തുടങ്ങും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ബാക്കിയില്ല പറയാൻ. ഈ കുട്ടികൾ എന്ന് പറയുന്നതില്ലേ, അവർക്കൊക്കെ ഒരു പേരൻസ് അവരുടെ കൂടെ നിൽക്കാനും അതൊന്നും ഇല്ലാണ്ടായിപ്പോയി.
ഒരുപാട് സങ്കടം ഉണ്ടാവും അവരുടെ മനസ്സിൽ. പക്ഷേ ഇനി ഒരുപാട് സപ്പോർട്ട് വേണം അവർക്ക്. നമ്മൾ കൽപ്പറ്റയിൽ നിന്നുള്ള യാത്ര ഇങ്ങനെ വന്ന് ഇപ്പോൾ കോഴിക്കോട് രാമനാട്ടുകരയിൽ മാതൃഭൂമിയുടെ പ്രസ്സിലാണ് എത്തി നിൽക്കുന്നത്. മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻസ് എല്ലാം പ്രിന്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നിങ്ങൾ രാവിലെ പത്രം കയ്യിൽ കാണുമ്പോൾ ഇത് എന്തിലാ അടിക്കുന്നത്? പത്രം എന്തിലാ അടിക്കുന്നത്? കടലാസിലല്ലേ? കടലാസിലല്ലേ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കട്ടെ ചെറിയ ചെറിയ കഷ്ണം കടലാസിലാണ് അടിക്കുന്നതാണോ? അല്ല. ഇതാ കണ്ടോ ഈ പിറകിൽ നിൽക്കുന്ന റോളുകള്, ഇങ്ങനത്തെ വലിയ കൂറ്റൻ റോളുകളിലാണ് പത്രം അച്ചടിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന മെഷീനിലാണ് മാതൃഭൂമിയുടെ പത്രം അച്ചടിക്കുന്നത്. ഈ കാണുന്ന മെഷീൻ കണ്ടോ, ഇതിലാണ് പത്രം അച്ചടിച്ച് എണ്ണി തിട്ടപ്പെടുത്തി വരുന്നത്. കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ്. 103 കൊല്ലം. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഒരു ഹാപ്പിനെസ് യാത്രയാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞതിന്റെ പ്യുവർ ഫോം ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കണ്ടുമുട്ടൽ റെയറാണ്. പ്യുവറസ്റ്റ് ഫോം അത് നമ്മൾ കാണുന്ന യാത്രയാണ്. സത്യം പറയും മക്കളോടുള്ള യാത്ര. അടുത്തത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാണ്ടുള്ള ആ എക്സൈറ്റ്മെന്റിന് ഒപ്പിയെടുക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ റാശി ആക്ച്വലി വന്നിങ്ങനെ നിന്ന്. ആസിഫ് ഖാനെ കണ്ടാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ബേപ്പൂരിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിൽ കയറിയിട്ടുള്ള ഒരു സവാരിയാണ്. ബോട്ടും ആസിഫ് കുട്ടികളും. ആദ്യം കൈ വെക്കണ ഫസ്റ്റ് തരും. ആസിഫ്, ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബോട്ട് യാത്രയൊക്കെ പോവാണ്. എന്താണ് ഈ ഒരു കുട്ടികളെ കണ്ടപ്പോൾ എന്താണ് സന്തോഷമുണ്ടോ? എന്താണ് ഹാലെന്താണ്? എപ്പോഴും കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അല്ല, നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും ചിന്തിക്കാതെ കുറേ നേരം കുത്തിമറിയുക എന്ന് പറയല്ലോ, അതിന് എപ്പോഴും കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ തന്നെയാണ് സമയം കിട്ടാറുള്ളത്. പ്രത്യേകിച്ച് ഇവരൊരു വലിയ കൂട്ടമുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ അവിടെ നിന്ന് കാലിൽ പിടിച്ച് വലിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ആവേശം തന്നെ ആയിരിക്കും. ഇന്ന് ഞാനും ഒരു ചെറിയ പനിയൊക്കെ ആയിട്ട് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചാർജായി. പിന്നെ എനിക്ക് ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആ ടീച്ചർ പോയപ്പോൾ അവർ പോകരുതെന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ, ഞാൻ ആ ടീച്ചറിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അത്രയും സ്നേഹമുള്ള കുട്ടികളാണ്. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവേശം. കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ വിചാരം. നമുക്ക് യാത്ര കഴിഞ്ഞിട്ട് പറയാം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്നുള്ളത്. My name is Asif Ali. I am from Todupuzha. ഇനി ചോദിച്ചാൽ ഞാൻ പെടുവേ. Red. Balavumi. Which is your favorite color? Red ഇഷ്ടമുള്ളവരൊന്ന് കൈ നോക്കൂ. കണ്ടോ, റൂബി പിങ്ക് ഇഷ്ടമുള്ളവർ കൈ നോക്കൂ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി.
എല്ലാരും ഹാപ്പിയാണോ? അങ്കിൾ എന്താ പറഞ്ഞത്? നല്ല സൗണ്ട് ഉണ്ടെങ്കിലേ നല്ല ഭംഗി വരുള്ളൂ. അപ്പൊ ഓക്കെ, സൗണ്ട് വരട്ടെ. ഹാപ്പിയാണോ? മാതൃഭൂമി എല്ലാ വർഷവും വെക്കേഷനിൽ കുട്ടികൾക്കായിട്ടുള്ള പല പരിപാടികളും പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ വെക്കേഷൻ ക്യാമ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് മുണ്ടക്കയിലെ അന്ന് നഷ്ടപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യണം ഞങ്ങൾ ആലോചിച്ചു. അവിടുത്തെ ടീച്ചർമാരായി സംസാരിച്ചു. 36ഓളം വിദ്യാർത്ഥികളാണ് അവിടെ LP സ്കൂളിൽ പഠിക്കുന്നത്. അവർക്കൊരു ദിവസത്തെ ഹാപ്പിനെസ് യാത്ര എന്ന പേര് നമ്മൾ ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്ര അതായിരുന്നു ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെൻ്റെ ഉള്ളിൽ പൂക്കാലം. പാട്ടുകാരി ടീച്ചറിന്റെ പേരെന്താ? ഹായ് ഫൗസിയ ടീച്ചറെ. റിമി ചേച്ചിന്റെ ഏതെങ്കിലും പാട്ട് കേൾക്കാൻ പോകുന്നുണ്ടോ? ഒരു പാട്ട് പറ. ഞാൻ പറയട്ടെ. കരളേ കരളേ കരളിന്റെ കരള് എന്നോടൊന്നു ചിരിക്കൂ. മുണ്ടക്കയിലെ ചുരൽമലയിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം യു ആർ സംതിങ് റിയലി ഗ്രേറ്റ്. ദാറ്റ് ഡേ നോടുന്നു അറിയില്ല, ഇപ്പോഴും അറിയില്ല. റിമി ചേച്ചി എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഇവിടെ വന്നപ്പം പിള്ളേരെയൊക്കെ കണ്ടപ്പോഴും അവരുടെ കൂടെ കൂടിയപ്പോഴും ഈ ഒരു ഞാൻ എന്താ പറയണ്ടേന്നൊക്കെ ഓർത്താ വന്നത്. പക്ഷെ അറിയാണ്ട് അവരുടെ ഇടയിലോട്ട് ചെന്ന് നമ്മൾ അങ്ങോട്ട് സിങ്കായി. ഓക്കെ, എന്നാലും നിങ്ങളും മാതൃഭൂമിയും ഈ ഒരു എഫേർട്ട് എടുത്തതിന് അത് പറയാണ്ടിരിക്കാൻ വയ്യ. പലരും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നു തുടങ്ങി. അതെ, ഇതിപ്പോൾ എന്തോ പണ്ട് നടന്നൊരു സംഭവം പോലെയൊക്കെ ആയിട്ട് ആ സമയത്ത് എല്ലാവരും വാർത്ത കൊടുത്തു. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അത് ഓർത്ത് ഈ ചെയ്യണ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുപോലെ പോസിറ്റിവിറ്റി ഇനിയും ലൈഫ് ലോങ് അങ്ങോളം പകർത്താൻ തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ളൂ നമുക്ക് കിട്ടുന്ന ഒരു ഈ ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രം മതി. താങ്ക് യു സോ മച്ച്. അപ്പോൾ മാതൃഭൂമിയുടെ ഈ വക എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാനുണ്ടാവും. ഡോട്ട് കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലത്തിന്നൽ കള്ളക്കണ്ണ് മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയിലെ എത്ര രാവുകൾ പകലുകൾ കരുതി നിന്നെ ഞാൻ അറിയാതെ നിലവുകൾ നെഞ്ചിലൊതുക്കി ഞാൻ ഒന്ന് തമ്മിൽ തമ്മിൽ അറിയാതെ മിഴിയിടഞ്ഞു പോയി പിന്നെ കാണാതെ ഒരു നാളും മതിവരാതെയായി ഹോ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലത്തിന്നൽ. പണ്ട് മുണ്ടക്കൈ സ്കൂളിലായിരിക്കുന്ന സമയത്ത് അവിടെ കുട്ടികൾ പിറന്നാൾ ആഘോഷിച്ചിരുന്നത് ഓർമ്മ വന്നു. ശരിക്കും എല്ലാവരും കൂടി ഒരു കുട്ടിയുടെ പിറന്നാൾ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ സ്കൂളിലേക്ക് വന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിച്ച് അങ്ങനെ പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മുണ്ടക്കയിൽ. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മളെല്ലാവരും കൂടി ഇരുന്ന ആ ഒരു ഭക്ഷണം കഴിച്ച സമയത്ത് ആ ഒരു കാര്യം എനിക്കൊന്ന് ഓർമ്മ വന്നു. ഈ യാത്ര അവരൊരിക്കലും മറക്കില്ല. ബാല്യകാല സ്മരണകളിലെ ഏറ്റവും ഉയർന്ന ഒരു സ്മരണയായി തന്നെ അവരുടെ മനസ്സിൽ നിലനിൽക്കും. അപ്പോൾ ഹാപ്പിനെസ് യാത്ര എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് മാതൃഭൂമി പേര് ഇട്ടിട്ടുള്ളത് അല്ലേ. ജീവിതം തന്നെ ഒരു യാത്രയാണ്. അതും ഇതുപോലെയുള്ള പ്യുവർ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന യാത്രയാണെങ്കിൽ പൊളിച്ച് വേറൊന്നും വേണ്ട. ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സ് ഇനിയും ഞങ്ങളുടെ സൈഡിൽ മാതൃഭൂമിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു ഉറപ്പിൽ സൈനിങ് ഓഫ്.